ഹായ്! രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് ആൾ വന്നിരുന്നു. അപ്പോൾ കുറച്ച് കരിക്കൊക്കെ വെട്ടി തന്നു. അങ്ങനെ കരിക്കും വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 11:30 ആയപ്പോഴത്തേക്കും ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നും അമ്മ കുറച്ച് ചൂടോടെ പലഹാരങ്ങൾ കൊടുത്തു വിട്ടു അച്ഛൻ്റെ കയ്യിൽ. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് കൊണ്ട് രാധേമ്മ ഇങ്ങനെ ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു വിടും. രാധേമ്മയെന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ചൂട് കുഴക്കട്ടയായിരുന്നു. ചൂടോടെ നല്ല കുഴക്കട്ടയും തേങ്ങയൊക്കെ വെച്ച് കുഴക്കട്ടയും പിന്നെ വേറൊരു പൊതിക്കകത്ത് ചൂട് പഴംപൊരിയും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു വിട്ടിരുന്നു. അങ്ങനെ നമുക്ക് ഈ സമയത്ത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുവാണെങ്കിൽ പ്രത്യേക ഒരു ഇഷ്ടമല്ലേ. നമുക്ക് തന്നെ വെച്ച് കഴിക്കാൻ മടിയായിരിക്കും, പക്ഷെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അവിലീസ് പൊടിയും കൊടുത്തു വിട്ടു. അങ്ങനെ കുഴക്കട്ടയും അവിലീസ് പൊടിയും ചൂട് പഴംപൊരിയും ഒക്കെ തന്നു വിട്ടു. അങ്ങനെ ഞാൻ അപ്പം തന്നെ 2 കുഴക്കട്ടയും പഴംപൊരിയും ഒക്കെ എടുത്ത് കഴിച്ചു. അപ്പോൾ ബായ്.